Hi everyone, welcome back to my channel. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കാണ് ദ റിലേറ്റീവ് എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി. ഫിസ്ക്കൽ പോളിസിയുടെയും അതുപോലെ തന്നെ മോണിറ്ററി പോളിസിയുടെയും കാര്യക്ഷമതയെക്കുറിച്ചാണ് ഈ ഒരു ഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ദ റിലേറ്റീവ് എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി ആൻഡ് ഫിസ്ക്കൽ പോളിസി ഈസ് കമ്പയർഡ് ബേസ്ഡ് ഓൺ ദെയർ എബിലിറ്റി ടു റൈസ് ദ ലെവൽ ഓഫ് ഇൻകം. അപ്പോൾ മോണിറ്ററി പോളിസിയുടെയും അതുപോലെ തന്നെ ഫിസ്ക്കൽ പോളിസിയുടെയും ഒരു റിലേറ്റീവ് എഫക്റ്റീവ്നെസ് താരതമ്യം ചെയ്യുന്നത് എന്തിനനുസരിച്ചാണ്? ആ രണ്ട് പോളിസി ഉപയോഗിച്ചുകൊണ്ട് വരുമാനം എത്രത്തോളം ഉയർത്താം അല്ലെങ്കിൽ വരുമാനം ഉയർത്താനുള്ള ആ പോളിസിയുടെ കഴിവിനനുസരിച്ചാണ് എഫക്റ്റീവ്നെസ് കമ്പയർ ചെയ്യുന്നത്. The ISLM framework can be used for comparing the relative efficiency of monetary and fiscal policy. മോണിറ്ററി പോളിസിയുടെയും ഫിസ്ക്കൽ പോളിസിയുടെയും ആ ഒരു റിലേറ്റീവ് എഫക്റ്റീവ്നെസ് അല്ലെങ്കിൽ കാര്യക്ഷമത കമ്പയർ ചെയ്യുന്നതിന് വേണ്ടി ISLM ഫ്രെയിംവർക്കാണ് ഉപയോഗിക്കുന്നത്. ദ മോണിറ്ററി പോളിസി ആക്ഷൻ കൺസിഡേർഡ് ഈസ് ആൻ ഇൻക്രീസ് ഇൻ ദി മണി സ്റ്റോക്ക്. മണി സ്റ്റോക്കിലുണ്ടാകുന്ന വർധനവിനെയാണ് മോണിറ്ററി പോളിസിയായിട്ട് കണക്കാക്കുന്നത്. An increase in the money stock shift the LM curve to the right hand side. സമ്പദ് വ്യവസ്ഥയിലെ മണി സ്റ്റോക്ക് വർദ്ധിക്കുകയാണെങ്കിൽ LM കർവ് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. The fiscal policy action considered is an increase in government spending. ഗവൺമെൻറ്റിൻ്റെ ചെലവിലുണ്ടാകുന്ന വർധനവിനെയാണ് ഫിസ്ക്കൽ പോളിസി ആയിട്ട് പരിഗണിക്കുന്നത്. An increase in government spending shift the IS curve to the right hand side. അതുപോലെ ഗവൺമെൻറ് സ്പെൻഡിങ് അല്ലെങ്കിൽ ഗവൺമെൻറ് ചെലവുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ IS കർവ് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദെൻ പോളിസി എഫക്റ്റീവ്നെസ് ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി IS ഷെഡ്യൂൾ. ഇനി പഠിക്കുന്നത് പോളിസി എഫക്റ്റീവ്നെസ്സും അതിനനുസരിച്ച് IS കർവിൻ്റെ സ്ലോപ്പ് അല്ലെങ്കിൽ ചെരിവ് എങ്ങനെയായിരിക്കും. ദ സ്ലോപ്പ് ഓഫ് ദി IS ഷെഡ്യൂൾ ഈസ് ഡിറ്റർമിൻഡ് ബൈ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. IS കർവിൻ്റെ സ്ലോപ്പിനെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി. വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ദ IS കർവ് ഈസ് വെർട്ടിക്കൽ. ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇൻഇലാസ്റ്റിക് ആണെങ്കിൽ IS കർവ് വെർട്ടിക്കലായിരിക്കും. വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ദ IS കർവ് ഈസ് ഹൊറിസോണ്ടൽ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് പെർഫെക്റ്റ്ലി ഇൻട്രസ്റ്റ് ഇലാസ്റ്റിക് ആണെങ്കിൽ IS കർവിൻ്റെ ആകൃതി ഹൊറിസോണ്ടൽ ആയിരിക്കും. ദ IS കർവ് ഈസ് റിലേറ്റീവ്ലി ഫ്ലാറ്റ് വെൻ ദ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹൈ. ഇനി ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഒരുപാട് കൂടുതലാണെങ്കിൽ IS കർവ് ഏകദേശം ഫ്ലാറ്റ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഇനി അതിൽ ഓരോ പോളിസി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം വരുന്നത് മോണിറ്ററി പോളിസിയാണ്. മോണിറ്ററി പോളിസി എഫക്റ്റീവ്നെസ് ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി IS ഷെഡ്യൂൾ. മോണിറ്ററി പോളിസിയും IS ഷെഡ്യൂളിൻ്റെ സ്ലോപ്പും. ദ എഫക്റ്റീവ്നെസ് ഓഫ് മോണിറ്ററി പോളിസി ഈസ് അനലൈസ്ഡ് ഫോർ 3 ഡിഫറൻ്റ്ലി സ്ലോപ്ഡ് IS കർവ്. IS കർവിൻ്റെ 3 വ്യത്യസ്തമായ സ്ലോപ്പുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് മോണിറ്ററി പോളിസിയുടെ എഫക്റ്റീവ്നെസ് വിശകലനം ചെയ്യുന്നത്. ആദ്യം പഠിക്കുന്നത് സ്റ്റീപ്പ് IS കർവ്. IS കർവിനെ കുറച്ച് കുത്തനായിട്ട് വരയ്ക്കുമ്പോൾ അതെങ്ങനെയാണ് വരുന്നത്, അത് ഗ്രാഫും കൂടി ശ്രദ്ധിക്കാം. ഇൻ ദ ഡയഗ്രാം IS കർവ് ഈസ് സ്റ്റീപ്പ് ഇൻഡിക്കേറ്റിംഗ് ലോ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്. IS കർവ് സ്റ്റീപ്പ് ആണെങ്കിൽ അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൻ്റെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി വളരെ കുറവാണ്. ദ ഒറിജിനൽ ഇക്വിലിബ്രിയം ഈസ് ഡിറ്റർമിൻഡ് ബൈ ദി ഇൻ്റർസെക്ഷൻ ഓഫ് ദി IS ആൻഡ് LM കർവ് അറ്റ് E. ഇവിടെ LM കർവും IS കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റിലാണ് യഥാർത്ഥത്തിലുള്ള ഇക്വിലിബ്രിയം പോയിന്റ് വരുന്നത്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് OR ആൻഡ് ഇൻകം ഈസ് OY. ഇക്വിലിബ്രിയത്തിൽ വരുന്ന പലിശ നിരക്ക് OR എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ദേശീയ വരുമാനം OY എന്ന് കൊടുത്തിട്ടുണ്ട്. ദെൻ വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദി മണി സപ്ലൈ ദ LM കർവ് ഷിഫ്റ്റ് ടു LM1. ഇനി ഇവിടെ മണി സപ്ലൈ വർദ്ധിക്കുകയാണെങ്കിൽ LM കർവ് എന്ത് ചെയ്യും? LM കർവ് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, അതായത് LM1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. ആ ഷിഫ്റ്റിൻ്റെ ഭാഗമായിട്ട് എന്താ സംഭവിക്കുന്നത്? ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫാൾസ് ഫ്രം OR ടു OR1 ആൻഡ് ഇൻകം റൈസസ് വെരി ലിറ്റിൽ ഫ്രം OY ടു OY1. അപ്പോൾ ഇവിടെ ആ ഒരു LM കർവ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് പലിശ നിരക്ക് ORൽ നിന്ന് OR1 ആയിട്ട് കുറയുന്നു. അതുപോലെ വരുമാനം ചെറിയ തോതിൽ OY എന്നുള്ളതിൽ നിന്ന് വളരെ ചെറിയ നിരക്കിൽ OY1 ആയിട്ട് വർദ്ധിക്കുകയും ചെയ്യുന്നു. Thus monetary policy is ineffective when IS curve is steeper. അപ്പോൾ ഇവിടുത്തെ കൺക്ലൂഷൻ എന്താണ്? IS കർവ് സ്റ്റീപ്പർ ആണെങ്കിൽ മോണിറ്ററി പോളിസി ഇന്നെഫക്റ്റീവ് ആയിരിക്കും. കാരണം എന്താണ്? വളരെ ചെറിയൊരളവിൽ മാത്രമാണ് വരുമാനം വർദ്ധിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ.
അടുത്തത് ഫ്ലാറ്റ് IS കർവ്. ഇൻ ദ ഡയഗ്രാം ദ IS കർവ് ഈസ് ഫ്ലാറ്റ് ഇൻഡിക്കേറ്റിംഗ് എ ഹൈ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. ഇനി ഇവിടെ വരച്ചിരിക്കുന്ന IS കർവ് ഫ്ലാറ്റ് ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ് ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി വളരെ കൂടുതലാണ്. ഇവിടെയും ഒറിജിനൽ ഇക്വിലിബ്രിയം തന്നെയാണ് വരുന്നത്. അതായത് IS കർവും LM കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് OR ആണ്. ഇൻകം എന്ന് പറയുന്നത് OY. വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദി മണി സപ്ലൈ ദ LM കർവ് ഷിഫ്റ്റ് ടു LM1. ഇവിടെയും മണി സപ്ലൈ വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് LM കർവ് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫാൾസ് ഫ്രം OR ടു OR1. അപ്പോൾ ഇവിടെ LM കർവ് ഷിഫ്റ്റ് ചെയ്തതിൻ്റെ ഭാഗമായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ORൽ നിന്ന് OR1 ആയിട്ട് കുറയുന്നു. ആൻഡ് ദർ ഈസ് എ മച്ച് ലാർജർ ഇൻക്രീസ് ഇൻ ഇൻകം ആസ് ഇറ്റ് റൈസസ് ഫ്രം OY ടു OY1. അതുപോലെ വരുമാനത്തിലുണ്ടാകുന്ന വർധനവ് വളരെ കൂടുതലാണ്. OY എന്നുള്ള വരുമാനം OY1 ആയിട്ട് കൂടുന്നു. ദസ് മോണിറ്ററി പോളിസി ഈസ് മോർ എഫക്റ്റീവ് വെൻ IS കർവ് ഈസ് ഫ്ലാറ്റർ. അപ്പോൾ ഇവിടുത്തെ ഇൻഡിക്കേഷൻ എന്തായിരുന്നു? IS കർവ് ഫ്ലാറ്റർ ആണെങ്കിൽ മോണിറ്ററി പോളിസി കൂടുതൽ എഫക്റ്റീവ് ആയിരിക്കും. അടുത്തയാണ് മൂന്നാമത്തെ കണ്ടീഷൻ, വെർട്ടിക്കൽ IS കർവ്. ഇവിടുത്തെ ആകൃതി എന്താണ്? IS കർവ് X ആക്സിസിന് ലംബമായിട്ടാണ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ആയിട്ടാണ് വരച്ചിരിക്കുന്നത്. ദ ഒറിജിനൽ ഇക്വിലിബ്രിയം ഈസ് അറ്റ് E. ഇവിടുത്തെ ഒറിജിനൽ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് E ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അഗെയിൻ OR ആണ്. ഇൻകം OI. വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ മണി സപ്ലൈ ദ LM കർവ് ഷിഫ്റ്റ് ടു LM1. മണി സപ്ലൈ കൂടുമ്പോൾ LM കർവ് LM1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ORൽ നിന്ന് OR1 ആയിട്ട് കുറയുന്നു. ബട്ട് ദർ ഈസ് എ നോ ചേഞ്ച് ഇൻ ദ ലെവൽ ഓഫ് ഇൻകം. പക്ഷേ ഇവിടെ ലെവൽ ഓഫ് ഇൻകത്തിൽ കാര്യമായ മാറ്റങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. ഇൻകം OY ആയിട്ട് തന്നെ തുടരുന്നു. ദസ് മോണിറ്ററി പോളിസി ഈസ് കംപ്ലീറ്റ്ലി ഇൻഎഫക്റ്റീവ് വെൻ ദ IS കർവ് ഈസ് വെർട്ടിക്കൽ. അപ്പോൾ ഇവിടുത്തെ കൺക്ലൂഷൻ എന്താണ്? IS കർവ് വെർട്ടിക്കൽ ആണെങ്കിൽ മോണിറ്ററി പോളിസി കംപ്ലീറ്റ് ആയിട്ടും ഇൻഎഫക്റ്റീവ് ആയിരിക്കും. ഈ ഭാഗത്ത് വരുന്ന അടുത്ത ടോപ്പിക്കാണ് ഫിസ്ക്കൽ പോളിസി എഫക്റ്റീവ്നെസ് ആൻഡ് ദ സ്ലോപ്പ് ഓഫ് ദി IS ഷെഡ്യൂൾ. ഫിസ്ക്കൽ പോളിസിയുടെ എഫക്റ്റീവ്നെസ്സും അതിനനുസരിച്ച് IS കർവിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണെന്നുള്ളതാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇഫക്റ്റീവ്നെസ് ഓഫ് ഫിസ്ക്കൽ പോളിസി ഈസ് അനലൈസ്ഡ് ഫോർ 3 ഡിഫറൻ്റ്ലി സ്ലോപ്ഡ് IS കർവ്. ഇവിടെയും IS കർവിൻ്റെ 3 തരത്തിലുള്ള സ്ലോപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഫിസ്ക്കൽ പോളിസിയുടെ എഫക്റ്റീവ്നെസ് വിശകലനം ചെയ്യുന്നത്. ഒന്നാമത്തത് സ്റ്റീപ്പ് IS കർവ്. ഇൻ ദ ഡയഗ്രാം ദ IS കർവ് ഈസ് സ്റ്റീപ്പ് ഇൻഡിക്കേറ്റിംഗ് എ ലോ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡ്. ഇനി ഇവിടെ IS കർവിൻ്റെ ആകൃതി സ്റ്റീപ്പാണ്. അതെന്താ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൻ്റെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി വളരെ കുറവാണ്. ദ ഒറിജിനൽ ഇക്വിലിബ്രിയം ഈസ് ഡിറ്റർമിൻഡ് ബൈ ദ ഇൻ്റർസെക്ഷൻ ഓഫ് ദി IS ആൻഡ് LM കർവ് അറ്റ് E. അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് IS കർവും LM കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിൻ്റാണ്. അത് E എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഈസ് OR ആൻഡ് ഇൻകം ഈസ് OY. ഇപ്പോൾ ഇവിടെ പലിശ നിരക്ക് OR ആണ്. അതുപോലെ ദേശീയ വരുമാനം OY എന്ന് കൊടുത്തിട്ടുണ്ട്. വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദി ഗവൺമെൻറ് സ്പെൻഡിങ് ദ IS കർവ് ഷിഫ്റ്റ് ടു IS1. ഇനി ഇവിടെ ഗവൺമെൻറ്റിൻ്റെ ചെലവുകൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ IS കർവ് വലതുവശത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു. അതിന് IS1 എന്ന് കൊടുത്തിട്ടുണ്ട്. ദ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് റൈസസ് ഫ്രം OR ടു OR1 ആൻഡ് ദർ ഈസ് എ ലാർജ് ഇൻക്രീസ് ഇൻ ഇൻകം ഫ്രം OY ടു OY1. അപ്പോൾ ഇവിടെ IS കർവ് ഷിഫ്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ORൽ നിന്ന് OR1 ആയിട്ട് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ വരുമാനം OYൽ നിന്ന് OY1 ആയിട്ട് വർദ്ധിക്കുന്നു. ദസ് ഫിസ്ക്കൽ പോളിസി ഈസ് ഹൈലി എഫക്റ്റീവ് വെൻ ദ IS കർവ് ഈസ് സ്റ്റീപ്പർ. IS കർവിൻ്റെ ആകൃതി സ്റ്റീപ്പർ ആണെങ്കിൽ ഫിസ്ക്കൽ പോളിസി വളരെ എഫക്റ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ കാര്യക്ഷമമായിരിക്കും. രണ്ടാമത്തെ കണ്ടീഷൻ ഫ്ലാറ്റ് IS കർവ്. In the diagram, the IS curve is relatively flat, indicating a high interest elasticity of investment demand. ഇനി IS കർവിൻ്റെ ഫ്ലാറ്റ് എന്തിനെ സൂചിപ്പിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഡിമാൻഡിൻ്റെ ഇൻട്രസ്റ്റ് ഇലാസ്റ്റിസിറ്റി വളരെ കൂടുതലാണ്. ദ ഒറിജിനൽ ഇക്വിലിബ്രിയം ഈസ് അറ്റ് E. ഇവിടെയും ഒറിജിനൽ ഇക്വിലിബ്രിയം E ആണ്. IS കർവും LM കർവും തമ്മിൽ കൂട്ടിമുട്ടുന്ന പോയിന്റ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് OR ആണ്. അതുപോലെ ഇൻകം OY. With an increase in the government spending, the IS curve shifted to IS1. ഗവൺമെൻറ് സ്പെൻഡിങ് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് IS കർവ് IS1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു.
Then the rate of interest rises from OR to OR1 and income rises very little from OY to OY1. അപ്പോൾ ഇവിടെ ആ ഒരു ഗവൺമെൻറ് സ്പെൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് IS കർവ് ഷിഫ്റ്റ് ചെയ്യുന്നു. പലിശ നിരക്ക് OR1 ആയിട്ട് കൂടുന്നു, ഇൻകം OY1 ആയിട്ട് കൂടുന്നു. പക്ഷേ ഇൻകത്തിലുണ്ടാകുന്ന വർധനവെന്ന് പറയുന്നത് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് എന്താണ് കൺക്ലൂഷൻ പറയാൻ പറ്റുക? ദസ് ഫിസ്ക്കൽ പോളിസി ഈസ് ലെസ് ഇഫക്റ്റീവ് വെൻ IS കർവ് ഈസ് ഫ്ലാറ്റർ. ISൻ്റെ ആകൃതി ഫ്ലാറ്റർ ആണെങ്കിൽ ഫിസ്ക്കൽ പോളിസി എഫക്റ്റീവ്നെസ് വളരെ കുറവായിരിക്കും. ഇനി മൂന്നാമത്തെയാണ് വെർട്ടിക്കൽ IS കർവ്. ഇൻ ദി ഡയഗ്രാം ദ IS കർവ് ഈസ് വെർട്ടിക്കൽ ആൻഡ് ദ ഒറിജിനൽ ഇക്വിലിബ്രിയം ഈസ് അറ്റ് E. ഇവിടെ വെർട്ടിക്കൽ ഷേപ്പിലാണ് IS കർവ് വരച്ചിരിക്കുന്നത്. ഒറിജിനൽ ഇക്വിലിബ്രിയം E എന്ന് കൊടുത്തിട്ടുണ്ട്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് OR ആണ്, ഇൻകം OY. With an increase in the government spending, the IS curve shifted to IS1. ഗവൺമെൻറ് സ്പെൻഡിങ് വർദ്ധിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് IS കർവ് IS1 ആയിട്ട് ഷിഫ്റ്റ് ചെയ്യുന്നു. The rate of interest rises from OR to OR1 and income increases by the full amount of the distance of the horizontal shift in the IS curve. അപ്പോൾ ഇവിടെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ORൽ നിന്ന് OR1 ആയിട്ട് വർദ്ധിക്കുന്നു. അതുപോലെ തന്നെ എന്താണോ IS കർവിൽ ഉണ്ടായ ഷിഫ്റ്റ് അത്രയും വർധനവ് ഇൻകത്തിൽ ഉണ്ടാകുന്നു. ദസ് ഫിസ്ക്കൽ പോളിസി ഈസ് മോസ്റ്റ് എഫക്റ്റീവ് വെൻ ദ IS കർവ് ഈസ് വെർട്ടിക്കൽ. അപ്പോൾ IS കർവിൻ്റെ ആകൃതി വെർട്ടിക്കൽ ആണെങ്കിൽ ഫിസ്ക്കൽ പോളിസി വളരെ എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. താങ്ക്